ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നമ്മൾ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ കൊണ്ട്, അതായത് നമ്മുടെ ചെറുപയറും തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മെയിനായിട്ട് വേണ്ടത് ചെറുപയറാണ്. 1/2 കപ്പ് ചെറുപയർ ഞാൻ ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്രത്തോളം ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ ചെറുപയറിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് പയറൊന്ന് വേർതിരിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. ഞാൻ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോലൊക്കെ ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറുപയറിലേക്ക് തന്നെ ഞാനത് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു തക്കാളിയാണ്. തക്കാളിയും അതുപോലെ മീഡിയം സൈസിലുള്ള നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പുളിരസമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ വേണ്ടത് കുറച്ച് ജീരകമാണ്, ചെറിയ ജീരകമാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർക്കുന്നുണ്ട്. ഇഞ്ചി ഒരുപാടൊന്നും ചേർക്കണ്ട കേട്ടോ, വളരെ ചെറിയൊരു കഷ്ണം മാത്രം ചേർത്താൽ മതി. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള 2 പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അത് ഞാനൊന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ആദ്യം ഇതേ രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ട് കുറച്ച് അരഞ്ഞതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചട്നിയും തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അതിലേക്കൊരു 4-5 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ചെറിയ സൈസിലുള്ള ഒരു സവാള കട്ട് ചെയ്തോട് ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ ചുവന്നുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക സവാളയ്ക്ക് പകരമായിട്ട്. ഇനി വേണ്ടത് ഒരു തക്കാളിയാണ്. നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, അതും ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി ചേർത്ത് ഇത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ചേർക്കുന്നത്. നമ്മളിത് ചട്നിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ, വളരെ ഹെൽത്തി ആയിട്ടുള്ള ചട്നിയാണ്. നമ്മൾ ഈ ക്യാരറ്റൊക്കെ ചേർത്ത് ചട്നി ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ക്യാരറ്റിൻ്റെ ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം മതി. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാ കൊത്തുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിൽ തേങ്ങ ചിരകിയതാണെങ്കിൽ 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തേങ്ങ മാത്രം മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. തേങ്ങയൊന്നും ഒരുപാടൊന്നും മൂത്ത് വരേണ്ട ആവശ്യമില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയും കൂടി ചേർത്ത് ആ പച്ചമണമൊക്കെ മാറുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇപ്പം നമ്മൾ വഴറ്റിയതെല്ലാം കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ പയറും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് വെള്ളം ചേർക്കാതെ നമ്മുടെ ആ ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മളിതുകൊണ്ട് ദോശയും ഇഡലിയും ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിതിനകത്ത് ബേക്കിംഗ് സോഡയോ അതുപോലെ ഈനയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെന്നും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഒരുപാട് വെള്ളം കൂടാതെ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പാനൊക്കെ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ പയറിൻ്റെ മിക്സ് ഒരു തവി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് സ്പീഡിൽ നമ്മൾ പരത്തരുത്, വളരെ പതുക്കെ വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട്. നല്ല കനം കുറച്ച് ഇതേ രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്.
ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഇതാ കണ്ടല്ലേ, അതിൻ്റെ ആ ഒരു നടുഭാഗമൊക്കെ നല്ല ചുവന്ന് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒരുപാട് തീ കൂട്ടിയിടരുത്. ഇത് പയറിൻ്റെ ദോശ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു വശവും നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് തിരിച്ചിടുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര കനം കുറഞ്ഞും അതേപോലെ തന്നെ എത്ര ക്രിസ്പി ആയിട്ടുമാണ് നമ്മുടെ ദോശ കിട്ടിയേക്കുന്നതെന്ന്. തേണ്ട ഈ സൈഡ് കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞ് നല്ല കളറൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മറു സൈഡും കൂടെ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഇനി നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആ ചട്ടുകം കൊണ്ട് പതുക്കെ ഇതേപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ മറു സൈഡും നന്നായിട്ട് തന്നെ മുരിഞ്ഞ് കിട്ടും. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും വളരെ നല്ലതാണ്. ഇതാ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി ചെയ്തെടുക്കാം. ഇനി ഇതേ മാവ് കൊണ്ട് തന്നെ നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്കൊരു സ്റ്റാൻഡും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഇഡ്ഡലിത്തട്ടിൽ കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ നമ്മുടെ ഈ പയറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഒഴിക്കുന്നില്ല. വളരെ ചെറിയ ചെറിയ ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഈ ഇഡ്ഡലി എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തിലെ ബേക്കിംഗ് സോഡയോ അതുപോലെ ഈനോയോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് പൊങ്ങിയൊന്നും വരില്ല കേട്ടോ. ഇതേ അളവിൽ തന്നെ കാണത്തുള്ളൂ. നമ്മൾ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ഇത് പൊങ്ങി നന്നായിട്ട് വരും. ഇപ്പോൾ അങ്ങനെയൊന്നും വരില്ല. നമ്മൾ സാധാരണ ആ ഒരു രീതിയിൽ തന്നെ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ കുഴിയിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് കൊടുത്ത് നമുക്ക് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മുടെ ചട്നിയൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കാട്ട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കടുകൊന്നും താളിച്ച് കൊടുക്കുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ കടുക് താളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയെടുത്തത് കൊണ്ട് പ്രത്യേകിച്ച് നമ്മളിത് കടുക് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഇഡ്ഡലിയൊക്കെ നന്നായിട്ടൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഇതിന്ന് ഈ ഇഡ്ഡലിത്തട്ടിൽ നിന്ന് ഇളക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ദോശ എന്തായെന്ന് നോക്കാം. എന്താ കണ്ടില്ലേ, ദോശയെല്ലാം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി തന്നെ കഴിക്കാമെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല നമുക്കിങ്ങനെ ചുരുട്ടിയാലൊന്ന് വായിലിടാവുന്ന ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ചട്നിയും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല നല്ല ടേസ്റ്റാണത് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ആ നേരം കൊണ്ട് നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. വളരെ ചെറിയ ഇഡ്ഡലിയാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇഡ്ഡലി ഒരുപാടൊന്നും പൊങ്ങി വരില്ല. നമ്മൾ ആ ഒഴിച്ചു കൊടുത്തേക്കുന്ന ആ ഒരു രീതിയിൽ മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മുടെ ചട്നിയും എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.